നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എയറിൽ തന്നെയാണ്. താഴെയിറങ്ങാൻ പറ്റുന്നില്ല. സമൂഹ മാധ്യമങ്ങളൊക്കെ ബ്രിട്ടാസിനെ ട്രോളിക്കൊല്ലുന്നു. സ്വന്തം മാതൃരാജ്യത്തെ മറന്ന് അതുമാതിരി തള്ളിയാൽ സോഷ്യൽ മീഡിയയല്ല, മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നവരൊക്കെ ബ്രിട്ടാസിനെ എയറിൽ കയറ്റും. എത്ര എയറിൽ കയറ്റിയാലും ഉളുപ്പില്ലാത്ത ബ്രിട്ടാസ് ഇതാ നോക്കി പല്ലിളിച്ചു കൊണ്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ചൈന പോലുള്ള രാജ്യങ്ങൾ തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ മഹാകുംഭമേളയിൽ പോയി മുങ്ങിക്കുളിക്കുകയാണ് എന്ന് പരിഹസിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് ചെയ്തത്. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റിനോട് പ്രതികരിക്കുമ്പോഴായിരുന്നു ബ്രിട്ടാസിന്റെ ഈ പരിഹാസം. എന്നാൽ കുംഭമേളയ്ക്ക് നേരെ എന്തിനാണ് ജോൺ ബ്രിട്ടാസ് ഇത്രയധികം പരിഹസിച്ചത് എന്ന ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നു. ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടും ബ്രിട്ടാസിന് മറുപടിയില്ല. മൗനി അമാവാസി എന്ന 144 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന വിശുദ്ധമായ ഗ്രഹനിലകളാൽ അനുഗ്രഹിക്കപ്പെട്ട ജനുവരി 29 കോടിക്കണക്കിന് പേർ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ച് പുണ്യം നേടി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പരിഹാസം. എന്നാൽ ബ്രിട്ടാസ് പരിഹസിച്ച AI, സെമി കണ്ടക്ടർ മേഖലകളിലും ബഹിരാകാശ സാങ്കേതിക വിദ്യാ മേഖലകളിൽ ഗവേഷണവും വികസനവും നടത്താനും 1,00,000 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചപ്പോഴാണ് ബ്രിട്ടാസിന്റെ ഇത്തരം പരിഹാസ്യങ്ങൾ. നേരത്തെ ChatGPT മാതൃകയിൽ ഇന്ത്യയും അടുത്ത 10 മാസത്തിനകം സ്വന്തം AI ആപ്പ് വികസിപ്പിക്കുമെന്ന് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിട്ട് അതിന്റെ ചൂട് പോലും ആറിയിട്ടില്ല. നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ കുംഭമേളയെക്കുറിച്ചോ ഹൈന്ദവ ക്ഷേത്രങ്ങളെക്കുറിച്ചോ യാതൊരുവിധ പരാമർശങ്ങളുമില്ല. പിന്നെന്തിനാണ് ഈ ബജറ്റ് ചർച്ചയിൽ കുംഭമേളയെ വലിച്ചിട്ട് ആക്ഷേപിക്കാൻ ബ്രിട്ടാസ് ഒരുങ്ങിയത്? മഹാകുംഭമേളയെ അധിക്ഷേപിച്ച് പാർലമെന്റിൽ പ്രസംഗിച്ച ജോൺ ബ്രിട്ടാസ് എന്നും ഹിന്ദുത്വത്തിനെതിരായിരുന്നുവെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ വിമർശനം. പണ്ട് മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞുപോയ വിദേശ വനിത ഗെയിൽ ട്രെഡ്വെല്ലിനെ വിദേശ രാജ്യത്ത് പോയി അഭിമുഖം ചെയ്യാൻ വലിയ ഉത്സാഹവും തിടുക്കവും കാട്ടി അന്ന് ജോൺ ബ്രിട്ടാസ്. പിന്നീട് ഈ സംഭവം വലിയ വിവാദമായി. അപ്പോൾ CPM മാതാ അമൃതാനന്ദമയിക്കെതിരെ തിരിഞ്ഞു. മാതാ അമൃതാനന്ദമയിക്ക് RSS സംരക്ഷണം നൽകുന്നുവെന്ന ആരോപണമാണ് അന്ന് CPM തൊടുത്തത്. അന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരെയുള്ള ആരോപണം ഗൗരവത്തോടെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടു CPM സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ. ഇക്കാര്യം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് പിണറായി വിജയൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞ മറുപടി വ്യക്തമായിരുന്നു. മാതാ അമൃതാനന്ദമയും അവരുടെ മഠവും നൽകിയ സംഭാവനകൾ വിസ്മരിക്കരുത്. മുൻകാലങ്ങളിൽ അവർ ചെയ്ത സേവനമോർക്കണം. അമ്മ സമൂഹത്തിന് ചെയ്ത വലിയ സേവനങ്ങൾ പിണറായിക്ക് അറിയില്ലായിരിക്കാം. എന്നാൽ അവരുടെ സേവനം നേരിട്ട് കണ്ട ആളെന്ന നിലയ്ക്ക് അവരെ വിമർശിക്കാൻ എനിക്ക് കഴിയില്ല. സുനാമി ദുരന്തത്തിൽ എല്ലാവരും പകച്ചു നിന്നപ്പോൾ ആദ്യമായി സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് മുന്നോട്ട് വന്നത് മാതാ അമൃതാനന്ദമയും അവരുടെ മഠവുമാണ്. ഒരു പുസ്തകത്തിൽ എഴുതിയ ആരോപണത്തിന് പുറത്ത് അമ്മയെ വിമർശിക്കരുത് എന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അന്ന് പിണറായി വിജയനോട് പറഞ്ഞു. അങ്കമാലി ഡയറീസ് എന്ന സിനിമ ഇറങ്ങിയപ്പോഴും ജോൺ ബ്രിട്ടാസ് ഹിന്ദുത്വത്തിനെതിരെ ചില വിമർശനങ്ങൾ നടത്തി. ഇതും അക്കാലത്ത് വലിയ വിവാദത്തിരെ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ബ്രിട്ടാസിനെ മുച്ചൂടും വിമർശിക്കുന്നത്. ബ്രിട്ടാസിന് എന്തിൻ്റെ കേടാണെന്ന് ചിലർ ചോദിക്കുന്നു. ചൈനയെ ഇത്രമാത്രം സ്തുതിക്കാൻ എന്തിരിക്കുന്നു? ഇത് കമ്മികളുടെയും സുഡാപ്പികളുടെയും ഒക്കെ സ്ഥിര മനോഭാവമാണ്. ചൈനയെ സ്നേഹിക്കുന്നവർ അങ്ങോട്ട് പോകട്ടെ. എന്തിനാണ് അവർ ഇന്ത്യയിൽ കടിച്ചു തൂങ്ങുന്നത്? ഇന്ത്യ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൊയ്തെടുക്കുമ്പോൾ ഒരു ഇളുപ്യൻ ചിരിയുമായി ഇവർ വരും. നമ്മൾ ഇന്ത്യക്കാർ ചന്ദ്രനിലും ചൊവ്വയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പാറിപ്പറന്ന് നടക്കുന്നത് ഇവർ കാണുന്നില്ലേ? 5800 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി 5 മിസൈൽ നമ്മുടെ DRDO സ്വന്തമായി വികസിപ്പിച്ചതാണ് എന്ന് ബ്രിട്ടാസിനെ പോലെയുള്ളവർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എന്തുകൊണ്ട് ഇവർക്ക് അഭിമാനമാകുന്നില്ല? ഇന്ത്യ ഒരു റോക്കറ്റ് വിക്ഷേപിച്ചാൽ ആ വാർത്തയ്ക്ക് താഴെ റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമോ എന്നിവർ കുറിക്കും. ലോകത്തെ ഏറ്റവും മികച്ച തലകൾ ഇന്ത്യക്കാരുടേതാണ് എന്നുപോലുമുള്ള സാമാന്യബോധം ഇവർക്കില്ല. ഡീപ്സീക്ക് എന്നൊരു ആപ്ലിക്കേഷൻ ഈ അടുത്ത കാലത്ത് ചൈന ചിലവ് കുറച്ചുണ്ടാക്കി എന്നതാണ് AI-യിൽ കുതിച്ചുചാട്ടം നടത്തി വിപ്ലവം നടത്തി എന്നൊക്കെ ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവർ ചൈനയെ പൊക്കിപ്പറയാൻ കാരണം. എന്നാൽ ഡീപ്സീക്ക് കൊണ്ടോ ChatGPT കൊണ്ടോ എന്തെങ്കിലും വൻകിട മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് ബ്രിട്ടാസിനോട് തന്നെ ഇവർ ചോദിക്കുന്നു. AI-യിൽ മറ്റെന്ത് വിപ്ലവകരമായ സംഭവങ്ങളാണ് ചൈനയിൽ ഉണ്ടായത്? ചൈന ഒരു ഏകാധിപത്യ രാജ്യമാണ്. അവിടെ എന്തും നടക്കും. ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയച്ച ഉപഗ്രഹങ്ങൾ നമ്മുടെ സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതാണ്. ഉപഗ്രഹങ്ങൾ രാജ്യത്തിൻ്റെ പ്രതിരോധം, കൃഷി, ദുരന്ത പ്രവചനം, നാവിഗേഷൻ, കാലാവസ്ഥ എന്നിങ്ങനെ എന്തിനേറെ പറയുന്നു. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന
മുക്കുവർക്ക് വരെ പ്രയോജനം കിട്ടുന്നു. ബഹിരാകാശ മേഖലയിലൊക്കെ നമ്മൾ ഇന്ത്യക്കാർ പൂണ്ട് വിളയാടുകയാണ്. ഇക്കാര്യത്തിലൊന്നും ഇന്ത്യയുടെ നേട്ടങ്ങൾ കാണാൻ ബ്രിട്ടാസിനെ പോലെയുള്ളവർക്ക് കഴിയുന്നില്ല. അവർ ചൈനയിലേക്ക് കണ്ണും നട്ടിരിക്കുന്നു. ഇത് പഴയ ഇന്ത്യയല്ല എന്ന് ബ്രിട്ടാസിനെ പോലുള്ളവർ മനസ്സിലാക്കണം. ചൈന എന്നത് ഒരു ഏകാധിപത്യ രാജ്യമാണ്. അവിടെ അപ്പം ഗോവിന്ദനെ പോലെ ഒരു സെക്രട്ടറിയാണ് ഭരണം നടത്തുന്നത്. 450 കിലോമീറ്റർ വേഗതയിൽ പായാൻ ഒരു ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ തീരുമാനിച്ചാൽ അവർ ആരെയും കൊന്ന് ആ ട്രെയിൻ അങ്ങ് ഓടിച്ചിരിക്കും. ഇനി ഒരു നഗരം ഇടിച്ചു നിരത്തി മണ്ണോട് മണ്ണ് ചേർക്കണമെന്ന് തീരുമാനിച്ചാലും പാർട്ടി സെക്രട്ടറി അങ്ങ് തീരുമാനമെടുത്താൽ മതി. അതിനു പകരം നമ്മുടെ മാതൃരാജ്യത്തിന് എന്തൊക്കെ കുറവുകളുണ്ട് എന്ന് കണ്ടെത്താനാണ് ഇവരുടെയൊക്കെ നീക്കം. കുംഭകോണം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അതവിടെ ഗംഭീരമായി തന്നെ നടക്കും. അല്ലാതെ പാലക്കാട് കുടിവെള്ളം എടുത്ത് മദ്യമുണ്ടാക്കാൻ തരികിട കളിച്ച് 4500 കോടിയുടെ പദ്ധതിയാണ് എന്ന് നിലവിളിക്കും പോലെയല്ല. ന്യൂക്ലിയർ ബോംബുണ്ടാക്കിയാലും ബഹിരാകാശത്തേക്ക് മനുഷ്യനെ വിട്ടാലും ഇനിയും നമ്മൾ ഒരു നാരകയും പച്ചമുളകും മുന്നിൽ വെച്ചെന്ന് വരും. തേങ്ങ ഉടച്ചെന്നും വരും. അതിനൊന്നും ബ്രിട്ടാസിൻ്റെ പാർട്ടിയോ കരഞ്ഞിട്ട് കാര്യമില്ല. ആ കരച്ചിൽ അടുത്തൊന്നും തീരാനും പോകുന്നില്ല എന്ന് ചിലർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേള അത് ഈ നാടിൻ്റെ പൈതൃകമാണ്. ഇത് കണ്ടിട്ട് ദഹിക്കാത്ത ബ്രിട്ടാസിനെ പോലുള്ള രാജ്യവിരുദ്ധർക്ക് ചൈനയാണ് ഇഷ്ടമെങ്കിൽ വേഗം അങ്ങോട്ട് പോകണം മിസ്റ്റർ എന്ന് മറ്റു ചിലർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഈ നാട്ടിലെ ഉപ്പും ചോറും തിന്നിട്ട് ചൈനയ്ക്കും പാകിസ്ഥാനും വേണ്ടി ഉച്ചത്തിൽ കുരയ്ക്കുന്നവർക്ക് പറ്റിയ നാട് ചൈനയും പാകിസ്ഥാനുമാണ്. മഹാകുംഭമേളയെ പോലുള്ള വലിയ സാംസ്കാരിക പൈതൃക സമ്മേളനങ്ങൾ ഇവിടെ ഇനിയും തുടരും. ഇതൊക്കെ ഇന്നും നാളെയും എന്നും കൂടുതൽ സൂര്യ തേജസ്സോടെ ഈ നാട്ടിലുണ്ടാകും. ഈ മാതൃരാജ്യത്ത് നിലനിൽക്കും. കമ്മ്യൂണിസത്തിന്റെ പേരും പറഞ്ഞ് വിഷം തുപ്പുന്ന ജീവികൾക്ക് ഇതെല്ലാം ബാധകമാണ്. മറ്റു ചിലർ ജോർജ് ബ്രിട്ടാസിന്റെ മകളുടെ വിവാഹത്തെയും ട്രോളുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ പറഞ്ഞ് സർവമാന മതങ്ങളെയും അധിക്ഷേപിക്കുന്ന ബ്രിട്ടാസ് പള്ളിയിൽ വെച്ചല്ലേ മകളുടെ വിവാഹം കെങ്കേമമായി നടത്തിയത്. എന്തായാലും ബ്രിട്ടാസിനെ എല്ലാവരും കൂടി പുകച്ച് അങ്ങ് എയറിലാക്കി. പണ്ടുതൊട്ടേ വിവാദങ്ങൾ വിളിച്ചു വരുത്താനും എയറിൽ നിൽക്കാനുമുള്ള ജോൺ ബ്രിട്ടാസിന്റെ കഴിവുണ്ടല്ലോ, അത് പേര് കേട്ടത് തന്നെ. രാഷ്ട്രീയ ഡോക്യുമെന്ററികളായി നമ്മുടെ ബജറ്റുകൾ അധംപതിച്ചുവെന്നും ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതിപാദനമാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ചൈന പോലുള്ള രാജ്യങ്ങൾ തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ ഇവിടെ കുംഭമേളയിൽ പോയി മുങ്ങിക്കുളിക്കുകയാണ്. അതിൻ്റെ വേറൊരു രാഷ്ട്രീയ ഡോക്യുമെൻ്ററിയാണ് ബജറ്റിൽ 6 സ്ഥലത്താണ് ബീഹാറിനെ പ്രതിപാദിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തെയും ഇത്തരത്തിൽ പ്രതിപാദിച്ചില്ല. ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഊന്നുപടിയാണ് ബീഹാർ. എത്ര വ്യാജ്യമായാണ് ബീഹാറിനെ ബജറ്റിലേക്ക് കൊണ്ടുവന്നത് എന്ന് ബ്രിട്ടാസ് ചോദിച്ചു. ആദായ നികുതി ഇളവ് ബജറ്റിൽ എങ്ങനെ സ്ഥാനം പിടിച്ചു എന്നുകൂടി പറയണമെന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. മധ്യവർഗത്തിന് സ്വാധീനമുള്ള ഡൽഹിയിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരം ഡോക്യുമെൻ്ററികൾ. കേരളത്തിൻ്റെ 1.5 ഡസനോളം ആവശ്യങ്ങളിൽ ഒന്നുപോലും പരിഗണിച്ചില്ല എന്ന് ബ്രിട്ടാസ് വിമർശിച്ചു. ആഗോളവൽക്കരണത്തിൻ്റെ കാലം കഴിഞ്ഞെന്നും മാനവശേഷി ആശ്രയിച്ച് മുന്നോട്ടു പോകേണ്ടിയിരിക്കുന്നുവെന്നും സാമ്പത്തിക സർവേയിൽ പറയുന്നു. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് ആസിയൻ കരാറിൽ ഒപ്പുവെച്ചത്. ഇത്തരം കരാറുകൾ പുനഃപരിശോധിക്കണമെന്നതാണ് ബ്രിട്ടാസിൻ്റെ ആവശ്യം. അത്തരത്തിലുള്ള കരാറുകളുടെ തിക്താനുഭവങ്ങൾ ഒരു സംസ്ഥാനത്തെ കർഷകർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശം കൊണ്ടുവരേണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതിനിടയിലാണ് കുംഭമേളയെ വലിച്ചുകയറ്റി ബ്രിട്ടാസ് വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.